ഞാൻ അവൾക്കൊപ്പമാണ്, നിങ്ങൾ ആർക്കൊപ്പമാണ്? അതായത് നീണ്ട 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ അതിജീവിതയുടെ കേസിൻ്റെ വിധിയായിരുന്നില്ല. വളരെ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ അധികം വേദനിപ്പിക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു. കാരണം ഒരു സ്ത്രീ തൻ്റെ അഭിമാനത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി നമ്മുടെ ഈ കേരളത്തിൽ 8 വർഷമാണ് നീണ്ട പോരാട്ടം നടത്തിയത്. 8 വർഷം തൻ്റെ അഭിമാനത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി 8 വർഷം നീണ്ട പോരാട്ടം നടത്തിയിട്ട് ആ സ്ത്രീക്ക് കിട്ടിയത് ഒരു നീതിയായിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു വിധിയാണോ കിട്ടിയത്? അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ഇന്ന് കണ്ടു. അതായത് ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്ത വ്യക്തികളെല്ലാം ജയിലിനുള്ളിലാവുകയും ആ കൊട്ടേഷൻ കൊടുത്ത വ്യക്തികളെല്ലാം പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അവരൊരു നിസ്സാരമായിട്ട് പുറത്തിറങ്ങുന്നൊരു അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ട്വിസ്റ്റോട് കൂടി പണത്തിന് മീതെ പരുന്തും മറക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അർഹമായിട്ടുള്ള ഒരു നീതി നമ്മുടെ ജുഡീഷ്യറിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ അതിജീവിതം ഏറ്റവും കൂടുതൽ ട്രോമ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ കോടതി മുറിക്കുള്ളിൽ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ചാനൽ പേജുകളൊക്കെ തുറന്നാൽ കാറിൽ അന്ന് രാത്രി സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതും അവരുടെ മനസ്സിനെ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ മാത്രമല്ല, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു സങ്കടം അല്ലെങ്കിൽ മനസ്സിലൊരു മുറിവ് ഏൽക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് അവർ മുന്നോട്ട് വന്ന് തനിക്കേറ്റ അപമാനത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർക്ക് ആ നീണ്ട 8 വർഷം പോരാട്ടം നടത്തിയിട്ട് അവർക്ക് അർഹമായിട്ടുള്ള ഒരു നീതി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം സങ്കടവും വേദനയും ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ നിലപാടാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കിയത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.